ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയൻ ഫെഡറൽ ബഡ്ജറ്റ് 2026 അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവർക്കും ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ളവർക്കും അവരുടെ പേരൻസിനും ഒക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മുഴുവനായിട്ടും കാണുക. ഞാൻ വളരെ ചുരുങ്ങിയ ഭാഷയിൽ ഇത് സംസാരിച്ച് തീർക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒന്നാമതായിട്ട് 185,000 പെർമനൻറ്റ് റെസിഡൻസി വിസയാണ് ഓസ്ട്രേലിയ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 70% സ്കിൽഡ് വിസയാണ്, ബാക്കി 30% ഫാമിലി വിസയാണ്. അതായത് പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാനും അങ്ങനെയുള്ള ഫാമിലി പേരൻസിനെയും സ്പൗസിനെയും ചിൽഡ്രനെയും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന ആ ഒരു വിസയാണ് 30%. അപ്പം സ്റ്റിൽ 70% ഓഫ് 185,000 ഇസ് 132,000 സംതിങ്, റൈറ്റ്? അത്രയും വിസ നമുക്ക് സ്കിൽഡായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പെർമനൻറ്റ് റെസിഡൻ്റായിട്ട് വരാനായിട്ട് പുറത്തുനിന്നുള്ളവർക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ക്യാച്ച്, ഈ 132,000 അത് ഇത്രയും പറഞ്ഞ ഈ 70% എന്ന് പറയുന്നതിൻ്റെ 70% വിൽ ബി ഗോയിങ് ഫോർ ഓൺ ഷോർ കാൻഡിഡേറ്റ്സ്. അതായത് ഓസ്ട്രേലിയയിൽ ഉള്ളവർക്കായിരിക്കും വരുന്നത്. ഇത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഇവിടെ ഗ്രാജുവേറ്റ് വിസയിലുള്ള ആൾക്കാർക്ക്, അതായത് സ്റ്റേ ബാക്ക് വിസയിലൊക്കെ ഉള്ളവർ ഇവിടെ പഠിക്കാമെന്നവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ്. നമുക്ക് നേരത്തെ എങ്ങനെയായിരുന്നു ഓസ്ട്രേലിയയിലെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിൻറ്റ് ടെസ്റ്റ് വഴിയായിരുന്നു ഓസ്ട്രേലിയയിലെ PR കൂടുതലും. ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കൈക്കലാക്കുന്ന ആൾക്ക് പെട്ടെന്ന് പെർമനൻറ്റ് റെസിഡൻസി കിട്ടുമായിരുന്നു. അപ്പോൾ ആ പോയിൻറ്റ്സിനകത്ത് ഓസ്ട്രേലിയ പഠിക്കുന്നവർക്ക് 5 പോയിൻറ്റ്, റീജിയണൽ ഏരിയ പഠിക്കുന്നവർക്ക് 5 പോയിൻറ്റ്, ഇങ്ങനത്തെ കാറ്റഗറീസും പിന്നെ ഈ ഓസ്ട്രേലിയയിലുള്ള സ്റ്റുഡൻസിന് പ്രൊഫഷണൽ ഇയർ പ്രോഗ്രാം ചെയ്യുന്ന വഴി ഒരു 5 പോയിൻറ്റും കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 15 പോയിൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടായിരുന്നു സ്റ്റുഡൻസിന്. അതൊരു മേൽക്കോയ്മയായിരുന്നു. അപ്പോൾ അതിനെ ഒക്കെ മാറ്റി കുറച്ചുകൂടെ റെലവൻ്റ് ആയിട്ട്, അപ്പോൾ ഈ പ്രൊഫഷണൽ ഇയർ പോലത്തെ പ്രോഗ്രാംസ് ഒന്നും പുതിയ പോയിൻറ്റ് ചേഞ്ച് ടെസ്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളാകാൻ പോവുകയാണ് പ്രോസസ്സ്. എംപ്ലോയ്മെൻറ്റ് ഓസ്ട്രേലിയയിൽ കിട്ടുന്നതിനായിരിക്കും കൂടുതൽ പ്രസക്തി കുറേ പോയിൻറ്റ്സ് കൈക്കലാക്കുന്നതിനേക്കാളും. അപ്പോൾ അങ്ങനെ ഒരു പോയിൻറ്റ് ടെസ്റ്റ് ചേഞ്ച് കൂടി പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഫുൾ ആയിട്ടൊരു വീഡിയോ, ആധികാരികമായൊരു വീഡിയോ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ഇത് നിർദ്ദേശങ്ങളാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 2024 കൊടുത്ത ഒരു റിപ്പോർട്ടിൻ്റെ, ഒരു കമ്മീഷൻ പ്രസൻറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ രൂപരേഖ 2026 ജൂലൈയിലാണ് ഔട്ടാവാൻ പോകുന്നത്. ആൻഡ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് 2026 ഡിസംബറിലായിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രോസസ്സ് തന്നെ മുന്നോട്ട് പോകുക. ഇപ്പോൾ ഹൂവർ ഇസ് ഡൂയിങ് പ്രൊഫഷണൽ ഇയർ ഓർ ഹൂവർ ഇസ് ഡൂയിങ് നാറ്റി ക്രിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ടെസ്റ്റ്, അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം അത് എത്രയും പെട്ടെന്ന് എടുത്ത് അതിൻ്റെ ഒരു ആനുകൂല്യം എടുക്കാൻ നോക്കുക. കാരണം ഒരു പക്ഷേ ഡിസംബറിന് ശേഷം ഈ സിസ്റ്റം മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ആയിരുന്നു പഴയ പോയിൻറ്റ് ടെസ്റ്റിങ്ങിൽ. ഇപ്പോഴത്തെ അഡ്വാൻറ്റേജ്, ഇങ്ങനത്തെ കുറേ എക്സ്ട്രാ ടാസ്കുകൾ, ബോണസ് പോയിൻറ്റ്സ് കൈക്കലാക്കുന്ന പല പരിപാടികളും മാറി വരാൻ സാധ്യതയുണ്ട്. കൂടുതലും എംഫസിസ് ഈസ് ഓൺ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളത്, വിച്ച് ഈസ് സ്റ്റുഡൻസ് ആൻഡ് 485 വിസ ഹോൾഡേഴ്സ്. അവർക്കൊരു ഗുഡ് ന്യൂസാണ്. കാരണം ഈ കിട്ടാൻ പോകുന്ന പെർമനൻറ്റ് റെസിഡൻസിയുടെ 70% ഓസ്ട്രേലിയയിലുള്ളവർക്കേ കിട്ടുള്ളൂ. പിന്നെ കൂടുതൽ പോയിൻറ്റ് ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ യങ് ആയിട്ടിരിക്കുന്നവർക്ക് അഡ്വാൻറ്റേജ് കൂടുതൽ വരും. അപ്പോൾ പ്രായം എത്ര കുറഞ്ഞിരിക്കുന്നു അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരും. അതിൻ്റെ ഒരു പോയിൻറ്റ്സ് ടേബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വരാം. ഇതാണ് പറയുന്ന ഒരു ശുപാർശ. 18 മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് 95 പോയിൻറ്റും 21 മുതൽ 29 വയസ്സ് വരെയുള്ളവർക്ക് മാക്സിമം പോയിൻറ്റ്സ് ആയിട്ടുള്ള 100 പോയിൻറ്റ്സും വരുന്നു. അതിനുശേഷം നിങ്ങൾ ഓരോ ഏജ് ബ്രാക്കറ്റ് മേളിലേക്ക് കയറി പോകുമ്പോഴും 5 പോയിൻറ്റ് വെച്ച് കുറഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിലാണ് പറയുന്നത്. ഇപ്പോഴത്തെ പോയിൻറ്റ് ടെസ്റ്റിനേക്കാളും വളരെ ഫേവറബിളാണ് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പോയിൻറ്റ് സിസ്റ്റം. കാരണം ആ പോയിൻറ്റ്സിലെ ഡിസ്ട്രിബ്യൂഷനിൽ വരാൻ പോകുന്ന വ്യത്യാസം വലുതായതുകൊണ്ട് 7 കാറ്റഗറികളിലായിട്ടാണ് പോയിൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ, സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ്, ഹൈ പേയിങ് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ്, കമ്മ്യൂണിറ്റി ലാംഗ്വേജ്, പാർട്ട്ണർ സ്കിൽസ്. അപ്പോൾ കറണ്ട് പോയിൻറ്റ് ടെസ്റ്റിൽ ഏജിന് 23% വെയിറ്റേജ് കൊടുക്കുമ്പോൾ ന്യൂ പോയിൻറ്റ് ടെസ്റ്റിൽ അത് 20% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ കൂടുതൽ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് പിന്നെയും ഫേവറബിളായി വരുന്നൊരു കാഴ്ച കാണാം. സ്റ്റുഡൻസിന് അത് കൂടുതൽ ഫേവറബിൾ ആയിട്ടുണ്ട്. ഈവൻ തോ 23% വെയിറ്റേജ് 20%ലേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 18% ആയിട്ട് കൂടിയിട്ടുണ്ട് 15% ആയിട്ടുള്ള കറണ്ട് സിസ്റ്റത്തിൽ നിന്ന്. ആൻഡ് എഡ്യൂക്കേഷൻ 15% നിന്ന് 12%ലേക്ക് അതിൻ്റെ ഒരു വെയിറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ് 15% നിന്ന് 10%ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹൈ പേയിങ് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് അതിന് 0% നിന്ന് 18%ലേക്ക് വന്നിട്ടുണ്ട്. അതായത് സാലറി കൂടുന്തോറും നിങ്ങൾക്ക് കൂടുതൽ PR പോയിൻറ്റ്സ് കിട്ടുന്ന ഒരു സംവിധാനം. ഇത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരെ പരിഗണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് 4% തന്നെ നിൽക്കുന്നു. ആൻഡ് പാർട്ട്ണർ സ്കിൽസ് 8% നിന്ന് 18% ആയിട്ട്. അപ്പോൾ സിംഗിൾ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ആ ഒരു വെയിറ്റേജ് കൂടുതലായിട്ട് ലഭിക്കാനും പോകുന്നു. ആൻഡ് ഓൾസോ പാർട്ട്ണർ സ്കിൽസ് ഉണ്ടെങ്കിൽ, പാർട്ട്ണർ സ്കിൽഡും ആയിരിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്ലിയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ 18%. അപ്പോൾ പഴയതിനേക്കാളും കൂടുതൽ മെച്ചമാവുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. കൂടുതൽ കഴിവുള്ളവർക്ക് PR കിട്ടാനായിട്ട് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കുകയാണ് സിസ്റ്റം. രണ്ടാമത്തെ കാര്യം, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എംഫസിസ്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സൂപ്പർ സ്കിൽ, സുപ്പീരിയർ ലാംഗ്വേജ് 8 ബാൻഡ് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് PTക്ക് 8 ബാൻഡോ IELTSന് 8 ബാൻഡോ ഉണ്ടെങ്കിൽ 20 പോയിൻറ്റ്സ് കിട്ടുന്നതിന് പകരം 90 പോയിൻറ്റ്സ് ആയിട്ട് വരാൻ പോവുകയാണ്. അപ്പം ഇംഗ്ലീഷും ബീയിങ് യങ്ങും ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എക്സ്പീരിയൻസ്, മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് നിങ്ങൾക്ക് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാനൊക്കെ. അങ്ങനെ ഒരു റൂൾ അയലിലേക്കായിരിക്കും വരാൻ പോകുന്നത്. അല്ലെങ്കിൽ അത് മിനിമം പോയിൻറ്റ്സ്, അത് ഓഫ് ഷോർ ആയാലും ഓൺ ഷോർ ആയാലും. ആൻഡ് അതിന് പോയിൻറ്റ്സ് വരുന്നതും നല്ല എംഫസിസ് വരുന്നുണ്ട്. അത് ഓസ്ട്രേലിയയിൽ തന്നെ. ഇനി സാലറി വൈസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് 70,000 ആണോ, 90,000 ആണോ, 100 ആണോ, 105 ആണോ, 130 ആണോ, അങ്ങനെ ഏത് സാലറി ബ്രാക്കറ്റിലാണ് നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പേ സ്ലിപ്പ് എങ്ങനെയാണ്, ഇത് അനലൈസ് ചെയ്തും പോയിൻറ്റ്സ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പം ശരിക്കും നമുക്ക് പണ്ട് പോയിൻറ്റ്സ് കുറേ കൈക്കലാക്കുന്നതും നമ്മൾ ഏറ്റവും സാധ്യതയുള്ള ഒരു പ്രോസസ്സിലേക്ക് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫോക്കസ് ഡിഫറൻ്റ് ആണ്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. നമുക്ക് ഈ വേറെ പല പരിപാടികളിലേക്ക് ശ്രദ്ധ ഫോക്കസ് ചെയ്യാണ്ട് നിങ്ങൾ പഠിക്കാൻ വന്ന ആ ഒരു സ്കില്ലിനെ കൂടുതൽ ഷാർപ്പൻ ചെയ്യാനും അതിൽ ജോലി കണ്ടെത്തുന്നതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് വരാൻ പോവുകയാണ്. ഇപ്പോൾ ChatGPTയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു പോവുകയാണ്. ഇത് വളരെ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ChatGPTയുടെ ഒരു കാലത്ത് HD മാർക്ക് 80%, 90% ഒക്കെ മാർക്ക് കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാലമായിട്ട് വരികയാണ് ഓസ്ട്രേലിയയിലെ അസൈൻമെൻറ്റ്സ്. പക്ഷേ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക്. അപ്പോൾ ഞങ്ങൾ ഈയിടെ ഒരു പെൺകുട്ടിയുടെ 485 വിസ, സ്റ്റേ ബാക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുട്ടി ഇംഗ്ലീഷ് എത്ര പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാവുന്നില്ല. പക്ഷേ ആളുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ എല്ലാം HDയും Dയും ഒക്കെയാണ്. അപ്പം ഈ ChatGPT വരുന്നതിന് മുന്നത്തെ കാലഘട്ടത്തിൽ ആ കുട്ടിക്ക് 60-65% ഉള്ളൂ. കഷ്ടിക്ക് ആണ് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിട്ട് ഓസ്ട്രേലിയ വന്നതും. എന്നിട്ട് ഓസ്ട്രേലിയ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തപ്പോഴും ആളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിട്ടില്ല എന്ന് കണ്ടപ്പോൾ ChatGPT ഒക്കെ ഉപയോഗിക്കുമ്പോഴും AIയുടെ സഹായമൊക്കെ ഉപയോഗിച്ച് അസൈൻമെൻറ്റ് എടുക്കുകയോ നമുക്ക് പ്രൊഫസേഴ്സിനെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അസൈൻമെൻറ്റോ വെക്കാൻ പറ്റിയേക്കാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ നിങ്ങളൊരു ജോലിയിലേക്ക് ലാൻഡ് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ മൈഗ്രേഷൻ ലോ പഠിക്കുന്നയാളാണ്. എനിക്ക് ഒരു സാധനം മനസ്സിലാക്കണം, ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ എനിക്ക് 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും ഇപ്പോൾ ChatGPT യൂസ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും നോളജ് ഗെയിൻ ചെയ്യുക, അതിനപ്പുറത്തേക്ക് ഒരു പടിയും കൂടെ കടന്ന് നമ്മൾ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് എന്നാലേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോവാണ്, എന്നാലും തിരിച്ചു വരാം. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ് ടെസ്റ്റിലെ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ജൂലൈയിൽ ഞങ്ങളുടെ ചാനലിൽ വരാൻ പോകുന്ന വീഡിയോ ശരിക്കും കണ്ടിരിക്കുക. ഞങ്ങൾ തരുന്ന സ്ട്രാറ്റജി നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ, ഓസ്ട്രേലിയൻ ജീവിതത്തിന് വളരെ ഹെൽപ്ഫുള്ളായി മാറാൻ പോകുന്ന കാര്യമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്. 19.8 മില്യൺ അടുത്ത 4 വർഷങ്ങളിലായിട്ട് സ്റ്റുഡൻറ്റ് വിസയുടെ സ്ക്രൂട്ടണിയിലേക്ക് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ തന്നെ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ഡേറ്റ അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസിലേക്ക് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഫോർ ദ വിസ പ്രോസസ്സിംഗ് സെക്ടർ. അതിൻ്റെ ചേഞ്ചസ് ഓൾറെഡി കണ്ടു തുടങ്ങി. പക്ഷേ ആ ഡേറ്റ അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് എത്രത്തോളം കറക്റ്റാണ് എന്നെനിക്കറിയില്ല. അതിനകത്ത് കുറച്ചുകൂടെ ഫൈൻ ട്യൂണിങ് ആവശ്യമാണ്. കാരണം ചില നല്ല പ്രൊഫൈലുകൾക്ക് റിജക്ഷൻ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില മോശം പ്രൊഫൈലുകൾക്ക് വിസ സക്സസ് കിട്ടുന്നതും കാണുന്നുണ്ട്. അപ്പം അതിനി ഇൻ്റലിജൻ്റ് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാണുന്നത് ഏജൻസിയുടെ റാങ്കിങ് അല്ല, ഏജൻസിയുടെ വിസ സക്സസ് റേഷ്യോ ഒരു ഘടകമാണ്. യൂണിവേഴ്സിറ്റിയുടെ ലെവൽ ഒരു ഘടകമാണ്. യൂണിവേഴ്സിറ്റിയുടെ ലെവലിനൊപ്പം യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്, എത്ര ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പം വളരെ ലോ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ഒരു മോശം ഏജൻസി, വിസ സക്സസ് പെർസെൻറ്റേജ് മോശമായിട്ടുള്ളൊരു ഏജൻസി വഴി അപ്ലൈ ചെയ്യുമ്പോൾ വിസ റിജക്ഷൻ്റെ പ്രോബബിലിറ്റി വളരെ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കൂടാണ്ട് നമ്മൾ ഈ വളരെ അക്കാഡമിക്കലി സ്കോർ കുറവുള്ളയാൾ ഒരു ലോ റാങ്കിങ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ വിസ റിജക്ഷൻ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഏജൻസിയെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഏജൻസി ഒരു ഫാക്ടറാണ്, ഏജൻസിയുടെ വിസ സക്സസ്. എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ഒരു ഘടകമാണ്. കുട്ടികളുടെ മാർക്ക് ഒരു ഘടകമാണ്. കുട്ടികളുടെ ഫിനാൻസ് വിസയ്ക്കൊരു ഘടകമായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് ഇതാണ് ക്രൈറ്റീരിയ. പക്ഷേ ഇനി ചിലപ്പോൾ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഇവർ കൂടുതലും ജെനുവിൻ ടാലൻസിനെ ഓസ്ട്രേലിയയിലേക്ക് അട്രാക്ട് ചെയ്യാൻ വരുന്നു. അപ്പോൾ പഠിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആൾക്കാരെയാണ് കൂടുതലായി എയിം ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്കും കൂടെ ഉള്ള ചെക്കായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതുകൂടെ വരുമ്പോൾ ഒരു പക്ഷേ അക്കാഡമിക്സിലേക്കുള്ള ഈ ചെക്ക് ഒരു പൊടിക്ക് അത്ര ഇമ്പോർട്ടൻസ് കുറഞ്ഞേക്കാം. അപ്പോൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 70% മാർക്കൊക്കെ ഉള്ളവർക്കാണ് 100% നമുക്കൊരു വിസയ്ക്ക് കൂടുതൽ പ്രോബബിലിറ്റി പറയാൻ പറ്റുന്നതും. 2 ഫണ്ടിൻ്റെ കാര്യങ്ങളിലുമൊക്കെ ഇപ്പോൾ ITR ഒക്കെ നമ്മൾ ഒപ്പിക്കൽ പരിപാടി ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പോയി ചെയ്യുന്നതൊക്കെ റിസ്ക്കി ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഓസ്ട്രേലിയക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ റൂൾസ് ഒന്ന് പെട്ടെന്ന് പറയാം. ഒരു 15 ലക്ഷം രൂപയൊക്കെ ITR ഉള്ളതാണ് സേഫ്. ഇയർലി ഇൻകം ഓഫ് ദ സ്പോൺസേഴ്സ് ഒരു 15 ലക്ഷം ഉള്ളതാണ് നല്ലത്. ആൻഡ്
ഫണ്ട് ഒരു 45 to 55 lakhs ഫണ്ടെങ്കിലും കാണിക്കാനും പറ്റണം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫിനാൻഷ്യൽ ചെക്കിലേക്ക് കൂടുതൽ ചെക്സ് ഇനി ഉണ്ടാകും, കൂടുതൽ കണ്ണുകൾ ഇതിലേക്ക് പോകും. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മാർക്സ് 65 ഒക്കെയാണ് കട്ട് ഓഫ്. 55-ലും ഒക്കെ കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി അതങ്ങോട്ട് ചിലപ്പോൾ നിങ്ങളൊരു ലോ റാങ്കിങ് യൂണിവേഴ്സിറ്റീസിലേക്ക് ഈ കുറവ് മാർക്കുമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് വിസ റിജക്ഷൻ ഒരു കാരണമാകാം. അതാണ് നമ്മളിതുവരെ കണ്ടേക്കുന്ന പാറ്റേൺ. അപ്പോൾ വി ആർ സ്റ്റിൽ റിസർച്ചിങ് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് വിസ റിജക്ഷൻ കിട്ടിയ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾക്കത് പഠിക്കാൻ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ പഠിക്കാൻ ഹെൽപ്ഫുൾ ആവുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വേറെ ബെസ്റ്റ് ഓപ്ഷൻസ് പറയാം. ഇവൻച്വലി ഓസ്ട്രേലിയയിലേക്ക് തന്നെ വരാനുള്ള മാർഗ്ഗങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ CBSEയുടെ +2 റിസൾട്ട് ഇപ്പോൾ വന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. മാർക്ക് അല്പം കുറഞ്ഞിരിക്കുന്ന കുട്ടികൾ വിഷമിക്കേണ്ട. അവർക്ക് UK-യും ന്യൂസിലൻഡിലും എസ്പെഷ്യലി മാർക്ക് കുറയുമ്പോൾ നഴ്സിങ്ങിനാണ് അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും പാട്. അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ അഡ്മിഷൻ കിട്ടാൻ പാടുള്ളൊരു UK ഒരു ഗുഡ് ഓപ്ഷനാണ്. ഹെൽത്ത് സെക്ടർ UK-ൽ സേഫാണ്. പഠിച്ചു കഴിഞ്ഞ് 1 year നിങ്ങൾക്ക് അവിടെ വർക്ക് എക്സ്പീരിയൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള മാർഗ്ഗങ്ങൾ ഹോല വേൾഡ് പറഞ്ഞു തരുന്നതായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് ആസ് വെൽ. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് പോകട്ടെ. കൺസ്ട്രക്ഷൻ ആൻഡ് ഇലക്ട്രിക്കൽ ട്രേഡ് വർക്കേഴ്സിൻ്റെ സ്കിൽ അസസ്മെൻറ്റും അവരുടെ ഓസ്ട്രേലിയയിലേക്കുള്ള വരവും ഇനി ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുകയാണ്. There's also an important change when it comes to the faster recognition of the skills of migrants. That one of the big challenges is people who come here and they have substantial skills and those skills aren't recognised in an economy that desperately needs them. So some effort on that front. And also another $27 million investment in effectively settlement services to help people who are migrants to participate in the Australian labour market. ഏകദേശം 6 മാസം സമയം ലാഭിക്കാൻ പോവുകയാണ്. അവരുടെ പ്രോസസ്സിൽ $85 million ഓസ്ട്രേലിയ ഈ ഒരു ട്രേഡ് സ്കിൽ വർക്കേഴ്സിൻ്റെ സ്കിൽ അസസ്മെൻറ്റ് പ്രോസസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അവരുടെ വർക്ക് എക്സ്പീരിയൻസിനെ വാലിഡേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് അവരെ ഓൺ ബോർഡ് ചെയ്യാനും എത്രയും പെട്ടെന്ന്. അറിയാമല്ലോ, ഓസ്ട്രേലിയയിൽ ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്, നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കാണുന്ന പോലെ, ഡ്യൂ ടു ഇമിഗ്രേഷൻ എന്നാണ് അവർ പറയുന്നത്. അപ്പം അതിനെ മീറ്റ് ചെയ്യാനായിട്ട് ട്രേഡ് വർക്കേഴ്സാണ്, അതിനെ കോമ്പാറ്റ് ചെയ്യാനായിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും ആകെ പറ്റുന്ന ആൾക്കാർ. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഇനി 485 വിസയിലൊക്കെ നിൽക്കുന്ന കുട്ടികളാരെങ്കിലും അവരവരുടെ മേഖലയിൽ ജോലി ലാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ട്രേഡ് വർക്കർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് ആ ജോലിയിൽ എല്ലാ ജോലിക്കും ഓസ്ട്രേലിയയിൽ തുല്യ വേതനം, ഒരു ഓൾമോസ്റ്റ് ഈക്വൽ വേതനമാണ്. ഇഫ് യു ആർ ഗുഡ് അറ്റ് ഇറ്റ് യു ക്യാൻ ഏൺ വെരി ഗുഡ് എമൗണ്ട് ആസ് വെൽ. അപ്പം ഇൻട്രസ്റ്റിംഗ് ജോബാണ്. ആ സെക്ടർ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതുവഴിയും നമുക്ക് PR സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഓസ്ട്രേലിയൻ ഫെഡറൽ ബഡ്ജറ്റ് വീഡിയോയിൽ ഹോല വേൾഡ് കവർ ചെയ്യുന്നത്. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.